നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിൽ അടിമുടി അഴിച്ചുപണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. തോൽവിയുടെ പശ്ചാത്തലത്തിൽ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന് പകരം പുതിയ അധ്യക്ഷൻ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും AICC ഈ നിലപാടെടുക്കുമ്പോൾ മധ്യപ്രദേശിൽ അവരത് പ്രവർത്തിച്ചു കാണിച്ചിട്ടുമുണ്ട്. കാരണം വളരെ മുതിർന്ന നേതാവായ കമൽനാഥിനെ പുറത്താക്കിക്കൊണ്ടാണ് പുതിയ നേതൃത്വം മധ്യപ്രദേശിൽ ചുമതലയേറ്റിരിക്കുന്നത്. ഇത് തന്നെ രാജസ്ഥാനിലും കോൺഗ്രസ് ആവർത്തിക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും രാജസ്ഥാനിലെ പരാജയത്തിന് പ്രധാന കാരണം സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള അധികാര തർക്കമാണ് എന്ന് തന്നെയാണ് നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ നേതാവിനെ നേതൃത്വം പരിഗണിക്കുന്നത്. പരാജയത്തിന് പിന്നാലെ AICC ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി ഗെഹ്ലോട്ടിനെ വളരെ രൂക്ഷമായി തന്നെ വിമർശിച്ചതായുള്ള റിപ്പോർട്ടുകൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ഗെഹ്ലോട്ടിന്റെ ഏകപക്ഷീയമായ രീതിയാണ് ഈ തോൽവിയിലേക്ക് നയിച്ചതെന്നും പ്രചരണത്തിൽ ഒന്നും തന്നെ സച്ചിൻ പൈലറ്റിന് കാര്യമായ ഇടം നൽകിയിട്ടില്ല എന്നുമൊക്കെ രാഹുൽ ഗാന്ധി അവരുടെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പൈലറ്റിനെ തീരെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് രാജസ്ഥാനിൽ പരാജയപ്പെട്ടതെന്ന് തന്നെയാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ അടിമുടി അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉൾപ്പെടെ പുതിയ പേരുകളാണ് നേതൃത്വം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ സംസ്ഥാന അധ്യക്ഷനായ സച്ചിൻ പൈലറ്റ്, PCC അധ്യക്ഷനായ ഗോവിന്ദ് സിംഗ് ധോര, മുതിർന്ന നേതാവും ഗോത്രവർഗ മുഖവുമായ മഹേന്ദ്രജിത് സിംഗ് മാളവ്യ, മുതിർന്ന BJP നേതാവ് രാജേന്ദ്ര റാത്തോഡിനെ പരാജയപ്പെടുത്തിയ പാർട്ടിയുടെ മുതിർന്ന നേതാവായ നരേന്ദ്ര ബുദാനിയ, പഞ്ചാബിന്റെ ഇൻചാർജ് ഉള്ള ഹരീഷ് ചൗധരി എന്നിവരെയാണ് നിലവിൽ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന ജാട്ട് നേതാവായ ഹരേന്ദ്ര മിർദയുടെ പേരും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഒരു ജാട്ട് നേതാവിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവായി ഹരേന്ദ്രയ്ക്ക് തന്നെ നറുക്കു വീഴാനുള്ള സാധ്യതകളുമുണ്ട്. പ്രത്യേകിച്ചും രാജസ്ഥാനിൽ ഉൾപ്പെടെ BJP കൃത്യമായ ജാതി സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും സ്പീക്കറെയും പോലും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റാരെങ്കിലും ആയേക്കാം നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ള ഒരു സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം സാധ്യതയുള്ളത് തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ഏറ്റവും അടുത്ത സുഹൃത്തായ സച്ചിൻ പൈലറ്റിന് തന്നെയാണ്. പക്ഷേ സച്ചിൻ പൈലറ്റിലേക്ക് അധികാരം എത്തുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ ഒരു കടിഞ്ഞാൺ സച്ചിന്റെ കയ്യിൽ എത്തുകയാണെങ്കിൽ അത് തീർച്ചയായും അശോക് ഗെഹ്ലോട്ടിനെ അസ്വസ്ഥനാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ടും സജീവ രാഷ്ട്രീയത്തിലുണ്ട്. മകന് ഒരു പിന്തുടർച്ച നൽകണം എന്നുള്ള ആഗ്രഹം പല ഘട്ടത്തിലും തുടർന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് കൂടിയാണ് അശോക് ഗെഹ്ലോട്ട്. അതുകൊണ്ട് തന്നെ ഈ സച്ചിൻ പൈലറ്റിനെ ആണ് AICC നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അശോക് ഗെഹ്ലോട്ടിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.